വടുതൂർ മുമ്പേ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡാണ് കേട്ടോ. മാമച്ചൻ്റെ ഗ്രേസമ്മയുടെയും വീട്ടിൽ മാമച്ചായൻ്റെ ചേട്ടൻ വരുന്നുണ്ട്, സ്വന്തം സഹോദരൻ. അപ്പോൾ അവർ വരുന്ന സമയത്ത് രേവതിക്കുട്ടീനെ അവർക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. രേവതിക്കുട്ടി അവിടെ എടുക്കുന്ന സ്വാതന്ത്ര്യമൊന്നും അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, മാമച്ചായൻ്റെ അടുത്തും ഗ്രേസമ്മയുടെ അടുത്തൊക്കെ പറയുന്നുണ്ട് അത്രയും സ്വാതന്ത്ര്യമൊന്നും അവർക്ക് കൊടുക്കരുത്, അവളൊരു വേലക്കാരിയാണ്, അവളെ നിൽക്കേണ്ട സ്ഥാനത്ത് തന്നെ നിർത്തിയേക്കണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവർ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് മാമച്ചായൻ്റെ, അതായത് സഹോദരൻ്റെ മകനെ ഈ വീട്ടിൽ തന്നെ നിർത്തി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരൊരു പ്ലാൻ ഇടുന്നുണ്ട്. അത് വേറൊന്നുമല്ല, അവിടുത്തെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ടും രേവതിക്കുട്ടീനെ അവിടുന്ന് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ടും ഈ സ്വത്തുകളൊക്കെ രേവതിക്കുട്ടിക്ക് പോകുമെന്നുള്ള ഒരു സംശയം അവർക്കുണ്ട്. അപ്പം അതൊന്നും പോവാതെ അവർക്ക് തന്നെ അതൊക്കെ വേണമെന്നുള്ളൊരു രീതിയിലാണ് ഇവരുടെ മക്കളെ അവിടെ പഠിക്കാനായിട്ട് നിർത്താനായിട്ട് നോക്കുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു അവരുടെ പ്ലാൻ. അതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് മനുവിൻ്റെ വീട്ടിലേക്ക് മനുവിൻ്റെ കൂട്ടുകാരി വരുന്നുണ്ട്. അപ്പം ആ കൂട്ടുകാരി കാണുമ്പോഴത്തേക്കും നമ്മളുടെ കമലയ്ക്കാണെന്നുണ്ടെങ്കിൽ ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. കാരണം അവർ മനുവിന് വേണ്ടിയിട്ട് കല്യാണം ആലോചിച്ച് വെച്ചിരിക്കുന്നതല്ലേ. അപ്പം ആ കുട്ടിയോട് ഭയങ്കര സ്നേഹത്തിലൊക്കെയാണ്, കുശലാന്വേഷണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അങ്ങനെ മനു വരുന്നുണ്ട്. അപ്പം മനുവായിട്ട് ഒരുമിച്ച് പുറത്തേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ കമലയും പറയുന്നുണ്ട്, നീ ഇവളെയും കൂട്ടിയിട്ട് എവിടെയെങ്കിലുമൊക്കെ കറങ്ങിയിട്ട് വരാനൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം മനു ഇങ്ങനെ പറയുന്നുണ്ട്, പോവാം, പക്ഷേ എനിക്ക് വൈകിട്ട് കടമ്പാട്ടൂരോട്ട് പോകണം, മുത്തശ്ശിയെ കാണണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ കമല വഴക്ക് പറയുന്നുണ്ട് കേട്ടോ, നീ എന്തിനാ ഇപ്പം അങ്ങോട്ടേക്ക് പോകുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ നമ്മുടെ മനുഷ്യങ്ങളാണെന്നുണ്ടെങ്കിൽ വൈകിട്ട് കടമ്പാട്ടൂരേക്ക് വരുന്നുണ്ട്. അപ്പം വൈജയന്തി അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ വൈജയന്തിയായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. മുത്തശ്ശിക്ക് ഒരു ഫോണൊക്കെ ഗിഫ്റ്റായിട്ട് മനോജ് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ, മുത്തശ്ശിയുടെ കൂടെ സംസാരിക്കാനൊക്കെ വേണ്ടിയിട്ട്. വൈജയന്തി ചോദിക്കുന്നുണ്ട്, നിനക്ക് മുത്തശ്ശിയെ മാത്രം മതിയല്ലേ, അതിന് മുന്നേ വരെ നീ ഇങ്ങോട്ടേക്ക് വരത്തൊന്നും ഇല്ലായിരുന്നല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ വൈജയന്തി അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളുടെ മനോജ് മുത്തശ്ശിയെ കാണാൻ വരുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശിയടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. മുത്തശ്ശി പിന്നെ വീണ കാര്യമൊക്കെ നമ്മുടെ മനു അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. മുത്തശ്ശി അലീനയുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അലീനയെ കണ്ട് വർത്താനമൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മളുടെ ലീനയുടെ അടുത്ത് പറയുന്നുണ്ട്, മുത്തശ്ശി ഇനി എഴുന്നേറ്റ് നടന്നാൽ തന്നെ, അതായത് ഇതൊക്കെ മാറുമ്പോഴത്തേക്കും മുത്തശ്ശി എഴുന്നേറ്റ് നടക്കും. മുത്തശ്ശി എഴുന്നേറ്റ് നടന്നു കഴിഞ്ഞാൽ പിന്നെ അലീനയുടെ ആവശ്യം ഇവിടെ ഉണ്ടാവില്ല. ആൻറ്റി അലീനേനെ പറഞ്ഞയക്കും. അപ്പോൾ ഇവിടെ നിന്നല്ല, ഇനി എവിടെ പോയി കഴിഞ്ഞാലും അങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ. എവിടെയും നമുക്ക് അങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കാനായിട്ട് പറ്റില്ലല്ലോ. അതുകൊണ്ട് എത്രയും പെട്ടെന്നൊരു പ്രൊഫഷണൽ കോഴ്സ് തിരഞ്ഞെടുക്കണം, എന്നിട്ട് പഠിക്കണം എന്നൊക്കെ അലീനയുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്ക് താല്പര്യമില്ലാഞ്ഞിട്ടൊന്നും അല്ല, ഞങ്ങൾ പകുതിക്ക് വെച്ച് പഠിത്തം നിർത്തിയത് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ്. ഞങ്ങൾ സ്നേഹതീരത്തിൽ വെച്ച് തന്നെ ഞങ്ങൾ ഇതൊക്കെ നിർത്തിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മനു പറയുന്നുണ്ട്, സമയമൊന്നും കഴിഞ്ഞു പോയിട്ടില്ല, ഇനി അതൊക്കെ തുടങ്ങാനുള്ള സമയമുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു പ്രൊഫഷണൽ കോഴ്സൊക്കെ പഠിച്ച് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു വരുമാന മാർഗ്ഗം ഉണ്ടാക്കിയെടുക്കണം, നല്ലൊരു ജോലി കണ്ടുപിടിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാനും എനിക്കാവുന്ന രീതിയിലൊക്കെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ പഠിച്ചു കഴിയുമ്പോൾ ഒരു ജോലിയൊക്കെ തയ്യാറാക്കി തരുന്നവരെ ഞാൻ ഏറ്റവും എന്നൊക്കെ മനു പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് കാണിക്കുന്നത്.